ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പീച്ചിങ്ങ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതിലൊന്നാണ് നമ്മൾ നെയിൽ തേക്കുന്നതും പിന്നെ നമ്മൾ ഒന്ന് കറി വെക്കുന്ന പീച്ചിങ്ങയുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇനത്തിൽ ഉള്ളൊരു പീച്ചിങ്ങയുണ്ട്. അപ്പം നമുക്ക് ഇന്ന് നാടൻ വെറൈറ്റി ആയിട്ടുള്ള പീച്ചിങ്ങ നടാം. അതിന് അരി നമുക്ക് കപ്പിലോ അങ്ങനെ എന്തിലും നമുക്ക് നട്ട് നോക്കാം. അല്ലാതെ ഡയറക്റ്റായിട്ട് ട്രെയിൽ നടുന്നവരുണ്ട്, നേരെ മണ്ണിൽ നട്ട് വെച്ച് കിളിപ്പിക്കുന്നതുമുണ്ട്. നമുക്ക് നേരെ മണ്ണിൽ കിളിപ്പിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അതാകുമ്പോൾ മാറ്റി വെച്ചില്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് കിട്ടുന്നതാണ്. തൈ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിവളമായിട്ട് നമുക്ക് എന്ത് വളമാണോ കയ്യിലുള്ളത് അത് ചേർത്തിട്ട് വേണം നമ്മൾ തൈ നട്ട് വെക്കാൻ, അല്ലെങ്കിൽ അരി ഡയറക്റ്റ് നടാൻ. അത് കിളുത്ത് വരുന്ന സമയം വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ വളർച്ച. ഏകദേശം ഒരു 20 ദിവസത്തിനകം തന്നെ ഇതിൽ നിറയെ പൂക്കളും കായ്ക്കളും ഒക്കെ ഉണ്ടായി വരുന്നതാണ്. പൂക്കളും കായ്ക്കളും ഒക്കെ വരുന്ന സമയത്ത് സ്ലറി ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പീച്ചിങ്ങ വെറൈറ്റിക്ക് എപ്പോഴും വെള്ളം ആവശ്യമാണ്. ചൂട് സമയത്ത് ഇതിൻ്റെ വളർച്ച വളരെ കുറവായിരിക്കും. അത് ആ മഴ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് വളർന്ന് ഈസിയായിട്ട് വളർന്ന് കയറി ഒരു പരിചരണവും ഇല്ലാതെ കായ്ക്കളും പൂക്കളും ഒക്കെ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 20 ദിവസത്തിനുള്ളിൽ നമുക്കിതിൽ നിന്ന് കായ്കളൊക്കെ കിട്ടിത്തുടങ്ങും. സാധാരണ കുക്കുംബർ പോലെയുള്ള വെറൈറ്റിക്ക് വരുന്ന ഒരു രോഗങ്ങളും പീച്ചിങ്ങയ്ക്ക് ബാധിക്കാറില്ല. പീച്ചിങ്ങയുടെ ഇലകളിൽ വണ്ടുകൾ കടിച്ച് അത് കഴിക്കാറേ ഉള്ളൂ. പിന്നെ പൂക്കൾക്ക് തമ്മിലും നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ കുക്കുംബറിലൊക്കെ കാണുന്ന അതേ പൂക്കൾ പോലെ തന്നെയാണ് കായായിട്ടും വരുന്നതും അല്ലാതെയും വരുന്ന പൂക്കൾ. നമുക്ക് എളുപ്പം തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. പണ്ട് കാലത്ത് ഒരുപാട് സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയായിരുന്നു പീച്ചിൽ. ഇപ്പോൾ പീച്ചിലിൻ്റെ ചെടികളൊന്നും അധികം കാണാറില്ല. ഒരുപാട് ആൾക്കാർക്ക് പീച്ചിൽ കൊണ്ടുള്ള ഉപയോഗങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തവരുണ്ട്, പീച്ചിൽ ഇഷ്ടമില്ലാത്തവരുമുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഈ വെറൈറ്റി പീച്ചിൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. കൂടാതെ ഇത് തോരൻ വെക്കാൻ, അവിയലിടാൻ, തീയലിന്, പിന്നെ കൊഞ്ചും കൂടെ വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ്. പിന്നെ ഇതിനധികം നീളമൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയൊരു ടൈപ്പ് പീച്ചിലാണ്. അത്യാവശ്യം വലിപ്പം വെക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പടർത്തിയെടുക്കാൻ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ചെടിയുടെ താഴെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ചെറിയ പ്ലാവ്, ചെറിയ മുരിങ്ങ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നട്ടുകൊടുത്താൽ എളുപ്പം വള്ളി വീശി അതിൽ കായ്കളുണ്ടാവും. പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ഒരു പരിചരണം പോലും ഇല്ലാതെ കായ്ക്കളും പൂക്കളും ഒക്കെ ആയിട്ട് മാറുന്നത് കാണാവുന്നതേ ഉള്ളൂ. പീച്ചിലിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ കണ്ണിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു പച്ചക്കറി തന്നെയാണ് പീച്ചിൽ. എങ്ങനെ കഴിച്ചാലും കണ്ണിന് കാഴ്ച കിട്ടുന്നത്, കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളവർ ഒക്കെ നന്നായി കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തടയാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കടയിൽ നിന്ന് നമ്മൾ എപ്പോഴും വിത്ത് ശേഖരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാട്ടിൽ നിന്ന് കിട്ടുന്ന പീച്ചിലാണോ അതോ മെയിൽ തേക്കുമ്പോൾ കിട്ടുന്ന ആ പീച്ചിലാണോ എന്ന്. നമ്മളെപ്പോഴും ഹൈബ്രിഡ് വെറൈറ്റി മേടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമുക്ക് എളുപ്പം കിളുത്ത് കിട്ടുകയും ചെയ്യും. നമുക്കതിൻ്റെ വിത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതുമാണ്. പച്ച ചാണകം കിട്ടുവാണെങ്കിൽ അത് വെള്ളത്തിൽ നേർപ്പിച്ച് കലക്കി നമ്മൾ ചോട്ടിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ഇലകൾക്ക് വരുന്ന മാറ്റവും അതിൽ കായ്കൾ എളുപ്പം വളരുകയും ഇലകൾ നല്ല ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പീച്ചിങ്ങ എങ്ങനെ നമുക്ക് പാകമായെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, പീച്ചിൽ ഒന്ന് തൊടുന്ന സമയത്ത് അതൊന്ന് ഞെക്ക് കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറുതായിട്ടൊന്ന് തൊടുന്ന സമയത്ത് ആ ഒരു പരുവത്തിൽ നമ്മൾ പീച്ചിങ്ങ കറി വെക്കാൻ എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് കട്ടിയായി പോകും, നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തേ ഇല്ല. അപ്പം നിങ്ങളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പീച്ചിൽ നമുക്ക് എപ്പോഴാണ് കറി വെക്കാൻ പറ്റുന്നത്, അതെപ്പോൾ പൊട്ടിച്ചെടുക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അതുകൊണ്ട് പീച്ചിൽ നമ്മൾ ഇടവിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് എളുപ്പം വളർച്ച വലുതാവുന്നത് കൊണ്ട് പീച്ചിലിൻ്റെ ആ ഒരു പാകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ ബൈ ബൈ, സീ യു.